നിർണായകമാവും. ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന് മാർച്ച് 25-ന് ഉപഭോഗം 5802 മെഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. പ്രതിദിന ഉപഭോഗം 108.03 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. എന്നിട്ടും വൈദ്യുതി വിതരണം സുഗമമായി നടക്കുന്നുണ്ട്. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ വിതരണം ഉറപ്പാക്കുന്നുണ്ട്. ഇത് വലിയ നേട്ടമാണ്. ജലവൈദ്യുതിയും സൗരോർജവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉൽപ്പാദന വർധനവ്, പ്രസരണ ശൃംഖലയുടെ ശാക്തീകരണം, കൃത്യമായ മുൻകൂട്ടിയുള്ള ആസൂത്രണം ഇവയുടെയൊക്കെ സംയോജനമാണ് ഇത്തരമൊരു സ്ഥിതി സൃഷ്ടിച്ചത്. വൈദ്യുതി മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് സ്ഥിരതയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചത് ഈ 10 വർഷത്തെ സർക്കാരിൻ്റെ കൃത്യമായ വ്യക്തമായ ഇടപെടലുകളിലൂടെയാണ് എന്നതും കാണാൻ സാധിക്കും. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സർക്കാരുമാണ് ഇതിന് പിന്നിൽ എന്നൊരു പ്രചരണം പല കോണുകളിലും നടക്കുന്നുണ്ട്. അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ ചിലർ വല്ലാതെ പാടുപെടുകയാണ്. അതിന് ജനങ്ങളെ വളരെ കുറച്ച് കാണുകയാണ്. അതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. ജനങ്ങളിതെല്ലാം വിശ്വസിക്കുമെന്നാണ് ഇത്തരം പ്രചാരകർ കരുതുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ നോക്കുന്നത്. ഇവിടെ ഗ്യാസിൻ്റെ വിതരണത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം നേരത്തെ ഇറാനിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാനുള്ള ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഗ്യാസ് കൊണ്ടുവരാനായിരുന്നു പരിപാടി. അത് ഏകദേശം എല്ലാം പൂർണ്ണമായി. പക്ഷേ അമേരിക്കക്ക് ഇഷ്ടമായില്ല. അമേരിക്ക അത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് BJP ഗവൺമെൻറ് അല്ല കേട്ടോ, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ ആണവ കരാറിലേക്ക് പോവുമായിരുന്നല്ലോ കോൺഗ്രസ്. ആണവ കരാർ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ അതിൻ്റെ മേന്മ വലിയ തോതിൽ അന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. അന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു ഇന്ധനക്ഷാമവും ഇവിടെ ഉണ്ടാവില്ല, രാജ്യത്തുണ്ടാവില്ല. ആവശ്യമായ ഇന്ധനമൊക്കെ അമേരിക്ക നൽകും എന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടുകൊണ്ട് സംഭവിച്ച കാര്യമാണ്. അമേരിക്കയോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ആ നയമാണ് BJPയും ഇപ്പോൾ ശക്തമായി തുടരുന്നത്. ഈ രണ്ട് കൂട്ടരുമാണ് ഇത്തരമൊരു നിലപാടിന് ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് ഇതിലെന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വേറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ ആ ഉത്തരവാദിത്വം അത് മറച്ചു പിടിക്കാൻ വലിയ തോതിൽ നുണ പ്രചരിപ്പിക്കുകയാണ്. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിനും LDFനും ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമെങ്കിൽ ആ നുണയും അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വെക്കുകയാണ്. ഈ നുണ മാത്രമല്ല, പല നുണകളുണ്ട്. അതാണ് നാം കാണേണ്ടത്. CMA മങ്കട വേങ്ങര മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്കാണ് SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വേങ്ങരയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണോ അതോ മറ്റ് SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിലും ഈ പിന്തുണ SDPIയുടേത് ലഭ്യമോ? ഇവിടെ ഞങ്ങൾ മത്സരിക്കുന്നത് LDF എന്ന നിലക്ക് തന്നെയാണ്. LDFന്റെ നയം വളരെ പ്രസിദ്ധമാണ്. LDF
സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ചില സ്വതന്ത്രരെ നിർത്താറുണ്ട്. എല്ലാ കാലത്തും സ്വതന്ത്രരെ നിർത്തിയിട്ടുണ്ട്. ആ സ്വതന്ത്രരെ നിർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളല്ല, നല്ല സംശുദ്ധരായ സ്വതന്ത്രരെയാണ് ഞങ്ങളെപ്പോഴും നിർത്താറുള്ളത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല നിലക്ക് ജയിച്ചു വന്നിട്ടുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ നടത്തിയ പല പരീക്ഷണങ്ങളും നല്ല നിലക്ക് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലീഗിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. UDF പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണത്. മങ്കടയിലൊക്കെ നല്ല നിലയിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ LDF വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെ മാറുന്നു എന്നതാണ് മങ്കടയുടെ പ്രത്യേകത. സംസ്ഥാനത്ത് SDPI LDF ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല ഇ.പി. ജയരാജൻ എന്ന് പറയുകയും ചെയ്തു, SDPI ഉൾപ്പെടെയുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ LDF തയ്യാറുണ്ട്. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നത് ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDF പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെന്തിനാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കണം. ഞങ്ങൾക്ക് നാടിൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. ഈ 10 വർഷക്കാലം എന്ത് ചെയ്തു? 2011 മുതൽ 16 വരെ ഭരിച്ച UDF ഗവൺമെൻറ് എന്തായിരുന്നു കേരളത്തിൽ ചരിത്രം? അത് എത്രത്തോളം തകർച്ചയുണ്ടാക്കി? അവിടുന്ന് 2016 LDF ഗവൺമെൻറ് വന്നപ്പോൾ 21 വരെ നടത്തിയ പ്രവർത്തനം, അത് ജനങ്ങളിൽ ഏത് തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കി? അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി LDF തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നു. അന്നും വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയല്ലോ. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾ സ്വീകരിച്ചില്ലല്ലോ. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ജനങ്ങളുടെ അനുഭവം നല്ല രീതിയിൽ നാട് അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ഞാനിപ്പം വളരെ വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗം, നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസന മേഖല, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാർഷിക രംഗം, മറ്റൊട്ടേറെ രംഗങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള വളർച്ചയാണ് നമ്മുടെ നാടിനുണ്ടായത്? അതിൻ്റെ ഭാഗമായല്ലേ നാടിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് LDF തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്ന നിലയുണ്ടായത്. കഴിഞ്ഞില്ല ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വിധി ജനങ്ങൾ നൽകുമ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പും ബിരിയാണിക്കകത്തെ സ്വർണവും, അങ്ങനെ പല കഥകളായിരുന്നില്ലേ പ്രചരിപ്പിച്ചിരുന്നത്? പക്ഷെ അതാണോ ജനങ്ങൾ മുഖവിലക്കെടുത്തത്? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിത്യജീവിതത്തിൽ വരുന്ന മാറ്റമുണ്ടല്ലോ, ആ നിത്യജീവിതത്തിൽ മാറ്റം വന്നല്ലോ ആ കാലത്ത്. അതിൻ്റെ ഭാഗമായി 2021 LDF തുടർഭരണം സമ്മാനിച്ചു. 21 മുതൽ 26 വരെയും കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുന്നത്? അത് ജനങ്ങൾ അറിയരുത്. അതിനാണ് ഈ നുണകൾ പടച്ചു വിടുന്നത്. നമ്മുടെ കേരളം ഇപ്പോൾ ലോകത്തിൻ്റെ വൻ ശ്രദ്ധയിലാണല്ലോ. കാരണം ലോകത്ത് അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നല്ലേ ലോകം ആശ്ചര്യപ്പെടുന്നു. അത് LDF ആയതുകൊണ്ടല്ലേ. എന്താണ് LDF പ്രത്യേകത? എന്താണ് UDF BJP പ്രത്യേകത? UDF BJP ഒരേ നയമാണ്, കോൺഗ്രസും BJP ഒരേ നയമാണ്. അതായത് ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയത്തിൻ്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുക, കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ, സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ്. LDF ആഗോളവൽക്കരണ നയമല്ല,
മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിയുണ്ട് എന്ന് ചില മാധ്യമങ്ങളിൽ നിന്ന് വന്ന വാർത്ത തള്ളിക്കളയാണ് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കടുത്ത ഉപഭോഗം നടക്കുമ്പോഴും വൈദ്യുതി പ്രതിസന്ധിയില്ല, നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. ഒപ്പം ഈ സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ SDPI അടക്കമുള്ളവർ ഇടതുപക്ഷത്തിനും പിന്തുണ അറിയിച്ചിട്ടുണ്ട്, ചില മണ്ഡലങ്ങളിലെങ്കിലും. ഈ വിഷയത്തിൽ ഇതുവരെ ഇടതു നേതാക്കൾക്ക്, മുഖ്യമന്ത്രിക്കൊക്കെ ഒരു വ്യക്തമായ നിലപാടില്ല എന്ന കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇതിൻ്റെ രാഷ്ട്രീയം വിശദമായി പരിശോധിക്കാം.